ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 30% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാക്കാൻ ശ്രമം നടക്കുന്നതായി RJD ആരോപിച്ചു. വ്യാജ പ്രചാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാവിലെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്തു. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, പിതാവ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ കുടുംബസമേതമാണ് ബൂത്തിലേക്ക് എത്തിയത്. മാറ്റത്തിനായി വോട്ട് ചെയ്യണമെന്ന് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു. മക്കളായ തേജസ്വിയും തേജ് പ്രതാപും ഇപ്പോൾ ഒരുമിച്ചല്ലെങ്കിലും രണ്ടുപേർക്കും അമ്മ എന്ന നിലയിൽ വിജയാശംസകൾ നേരുന്നതായി റാബ്രി ദേവി പറഞ്ഞു. നിതീഷ് കുമാർ, നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അടക്കമുള്ളവരും വോട്ട് രേഖപ്പെടുത്തി. ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ബൂത്തിൽ വൈദ്യുതി തടസ്സമുണ്ടാവുന്നതായി RJD ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു. പോളിംഗ് സ്റ്റേഷനുകളിലെ തത്സമയ CCTV ദൃശ്യങ്ങൾ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലിരുന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിരീക്ഷിച്ചു. ജ്ഞാനേഷ് കുമാറിനൊപ്പം മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉണ്ടായിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് മനസ്സിലാക്കാൻ വിദേശ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. മലേഷ്യ, ഇന്തോനേഷ്യ, കൊളംബിയ, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രതിനിധികളാണ് എത്തിയത്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് ജനം വിധിയെഴുതുന്നത്. 24 ബീഹാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.